എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ മൂന്നാമത്തെ മോക്ക് ടെസ്റ്റ് ആണിത്. മുൻഭാഗങ്ങളുടെ പ്ലേലിസ്റ്റുകൾ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുമല്ലോ. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു എപ്പിക് ലൈബ്രറി. രണ്ടായിരത്തി 2025 ലോഗോസ് ക്വിസിന്റെ മുഴുവൻ പഠന ഭാഗങ്ങളിൽ നിന്നുമായി തിരഞ്ഞെടുത്ത 100 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. ദരിദ്രനും ശക്തി ക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും സ്വാഗതം ചെയ്യുന്നത് ആരുടെ വിധിയാണ്? ഓപ്ഷൻ എ മരണത്തിന്റെ, ബി സമൃദ്ധിയുടെ, സി സമ്പത്തിന്റെ. ഉത്തരം ഓപ്ഷൻ എ മരണത്തിന്റെ. ചോദ്യം 2. ആയുസ് 10, 100, 1000 വർഷമായാലും അതേപ്പറ്റി ചോദ്യമില്ലാത്തത് എവിടെയാണ്? ഓപ്ഷൻ എ അത്യുന്നതിന്റെ പക്കൽ, ബി പാതാളത്തിൽ, സി അന്ത്യവിധിയിൽ. ഉത്തരം ഓപ്ഷൻ ബി പാതാളത്തിൽ. ചോദ്യം 3. പൂരിപ്പിക്കുക. പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു. ദൈവഭയമില്ലാത്തവൻ ഡാഷ് പോകുന്നു. ഓപ്ഷൻ എ നാശത്തിൽ നിന്ന് നാശത്തിലേക്ക്, ബി ദൈവകോപത്തിൽ നിന്ന് നാശത്തിലേക്ക്, സി ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക്. ഉത്തരം ഓപ്ഷൻ സി ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക്. ചോദ്യം 4. നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത് എന്ന് പ്രഭാഷകൻ അനുശാസിക്കുന്ന കാര്യങ്ങളിൽ പെടാത്തതേത്? ഓപ്ഷൻ എ അത്യുന്നതന്റെ നിയമം, അവിടുത്തെ ഉടമ്പടി, ബി അപരാധിനെ കുറ്റം വിധിക്കുക, കച്ചവടത്തിൽ ലാഭം നേടുക, സി മരിച്ചവരെ അടക്കുക, തടവുകാരെ സന്ദർശിക്കുക. ഉത്തരം ഓപ്ഷൻ സി മരിച്ചവരെ അടക്കുക, തടവുകാരെ സന്ദർശിക്കുക. ചോദ്യം 5. ക്രയവിക്രയങ്ങളിൽ എന്തു ചെയ്തിരിക്കണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻ എ രേഖ സൂക്ഷിക്കണം, ബി കണക്ക് വയ്ക്കണം, സി സാക്ഷി ഉണ്ടായിരിക്കണം. ഉത്തരം ഓപ്ഷൻ എ രേഖ സൂക്ഷിക്കണം. ചോദ്യം 6. അത്യുന്നതന്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് പ്രഘോഷിക്കുന്നത് ആരാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻ എ ആകാശഗോളങ്ങൾ, ബി ഉദിച്ചുയരുന്ന സൂര്യൻ, സി പ്രകൃതി സൗന്ദര്യം. ഉത്തരം ഓപ്ഷൻ ബി ഉദിച്ചുയരുന്ന സൂര്യൻ. ചോദ്യം 7. പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും കർത്താവ് സൃഷ്ടിച്ചത് എന്താണ്? ഓപ്ഷൻ എ സൂര്യചന്ദ്രാദികൾ, ബി ആകാശ നക്ഷത്രങ്ങൾ, സി ചന്ദ്രൻ. ഉത്തരം ഓപ്ഷൻ സി ചന്ദ്രൻ. ചോദ്യം 8. പൂരിപ്പിക്കുക. അവിടുന്ന് ഭൂമിയിൽ ഉപ്പുപോലെ ഡാഷ് വിതറുന്നു, ഉറയുമ്പോൾ അത് കൂർത്ത മുള്ളുപോലെയാകുന്നു. ഓപ്ഷൻ എ പൊടിമഞ്ഞ്, ബി തുഷാരം, സി ആലിപ്പഴം. ഉത്തരം ഓപ്ഷൻ ബി തുഷാരം. ചോദ്യം 9. എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിന്റെ മാതൃകയാണ്. ആര്? ഓപ്ഷൻ എ ഹെനോക്ക്, ബി മോശ, സി നോഹ. ഉത്തരം ഓപ്ഷൻ എ ഹെനോക്ക്. ചോദ്യം 10. മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെ പറ്റിയാണ്? ഓപ്ഷൻ എ യാക്കോബ്, ബി അബ്രഹാം, സി മോശ. ഉത്തരം ഓപ്ഷൻ ബി അബ്രഹാം. ചോദ്യം 11. അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി. ആരെ? ഓപ്ഷൻ എ അബ്രാഹത്തെ, ബി ഹെനോക്കിനെ, സി മോശയെ. ഉത്തരം ഓപ്ഷൻ സി മോശയെ. ചോദ്യം 12. തന്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തന്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തന്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു. ആർക്ക്? ഓപ്ഷൻ എ അഹറോന്, ബി ഫിനെഹാസിന്, സി എലയാസറിന്.
ഉത്തരം ഓപ്ഷൻ എ അഹറോന്. ചോദ്യം 13. രാജാവിന്റെ പിന്തുടർച്ചാവകാശം യൂദാഗോത്രജനായ ജെസ്സയുടെ പുത്രൻ ദാവീദിന്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ അഹറോന്റെ പിന്തുടർച്ചാവകാശം ആരുടെ സന്തതികൾക്കാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻ എ എലയാസറിന്റെ, ബി ഫിനെഹാസിന്റെ, സി സാദോക്കിന്റെ. ഉത്തരം ഓപ്ഷൻ ബി ഫിനെഹാസിന്റെ. ചോദ്യം 14. അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ എന്ന് പ്രഭാഷകൻ ചോദിക്കുന്നത് ആരെ പറ്റിയാണ്? ഓപ്ഷൻ എ മോശയെ, ബി കാലിബിനെ, സി ജോഷുവയെ. ഉത്തരം ഓപ്ഷൻ സി ജോഷുവയെ. ചോദ്യം 15. ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ. ആരുടെ? ഓപ്ഷൻ എ പ്രവാചകന്മാരുടെ, ബി ന്യായാധിപന്മാരുടെ, സി പൂർവപിതാക്കന്മാരുടെ. ഉത്തരം ഓപ്ഷൻ ബി ന്യായാധിപന്മാരുടെ. ചോദ്യം 16. സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻ എ മോശ, ബി അബ്രഹാം, സി ദാവീദ്. ഉത്തരം ഓപ്ഷൻ സി ദാവീദ്. ചോദ്യം 17. പൂരിപ്പിക്കുക. 10,000ങ്ങളുടെ മേൽ വിജയം വരിച്ചവനെന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് അവർ അവനെ ഡാഷ് അണിയിച്ചു. ഓപ്ഷൻ എ വിജയ കിരീടം, ബി മഹത്വത്തിന്റെ കിരീടം, സി രാജാവിന്റെ കിരീടം. ഉത്തരം ഓപ്ഷൻ ബി മഹത്വത്തിന്റെ കിരീടം. ചോദ്യം 18. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും ശേഖരിച്ചത് ആരാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻ എ ദാവീദ്, ബി റഹോബോവാം, സി സോളമൻ. ഉത്തരം ഓപ്ഷൻ സി സോളമൻ. ചോദ്യം 19. കർത്താവിന്റെ വാക്കുകൊണ്ട് ആകാശവാതിലുകൾ അടച്ചതും 3 പ്രാവശ്യം അഗ്നി ഇറക്കിയതും ആരാണ്? ഓപ്ഷൻ എ ഏലിയ, ബി മോശ, സി ജോഷുവ. ഉത്തരം ഓപ്ഷൻ എ ഏലിയ. ചോദ്യം 20. പൂരിപ്പിക്കുക. ആഗ്നേയാശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ ഡാഷിലാണല്ലോ നീ സംവഹിക്കപ്പെട്ടത്. ഓപ്ഷൻ എ അഗ്നിയുടെ ചിറകുകളിൽ, ബി അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ, സി ചുഴലിക്കാറ്റിന്റെ കൈകളിൽ. ഉത്തരം ഓപ്ഷൻ ബി അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ. ചോദ്യം 21. നാവിന് തേൻ പോലെയും വീഞ്ഞു സൽക്കാരത്തിൽ സംഗീതം പോലെയുമാണ് അത് എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്തിനെ പറ്റിയാണ്? ഓപ്ഷൻ എ ദാവീദിന്റെ സ്മരണ, ബി സോളമന്റെ സ്മരണ, സി ജോസിയായുടെ സ്മരണ. ഉത്തരം ഓപ്ഷൻ സി ജോസിയായുടെ സ്മരണ. ചോദ്യം 22. പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ ആരാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻ എ ഏശയ്യ, ബി ജെറമിയ, സി ഏലിയ. ഉത്തരം ഓപ്ഷൻ ബി ജെറമിയ. ചോദ്യം 23. കെരൂബുകളുടെ രഥത്തിന് മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം ദർശിച്ചത് ആരാണ്? ഓപ്ഷൻ എ എസക്കിയേൽ, ബി സെറുബാബേൽ, സി ജെറമിയ. ഉത്തരം ഓപ്ഷൻ എ എസക്കിയേൽ. ചോദ്യം 24. പ്രധാന പുരോഹിതനായ ശിമയോൻ ആരുടെ പുത്രനായിരുന്നു? ഓപ്ഷൻ എ യഹോസദാക്കിന്റെ, ബി ഓനിയാസിന്റെ, സി യെഫുന്നയുടെ. ഉത്തരം ഓപ്ഷൻ ബി ഓനിയാസിന്റെ. ചോദ്യം 25. അവൻ മഹിമയേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് സർവാലങ്കാര വിഭൂഷിതനായി വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ച് വിശുദ്ധ കൂടാരത്തിന്റെ അങ്കണത്തെ മഹത്വപൂർണമാക്കി. ആര്? ഓപ്ഷൻ എ അഹറോൻ, ബി ഫിനെഹാസ്, സി ശിമയോൻ. ഉത്തരം ഓപ്ഷൻ സി ശിമയോൻ. ചോദ്യം 26. എന്ത് അസാധ്യമാണെന്നാണ് യേശു തന്റെ ശിഷ്യർക്കുള്ള ഉപദേശത്തിൽ പറയുന്നത്? ഓപ്ഷൻ എ ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക, ബി ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക, സി പശ്ചാത്താപം കൂടാതെയുള്ള പാപമോചനം. ഉത്തരം ഓപ്ഷൻ എ ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക. ചോദ്യം 27. ലൂക്ക 17:5 അപ്പസ്തോലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് പറഞ്ഞത്? ഓപ്ഷൻ എ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ,
ബി ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. സി ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഉത്തരം ഓപ്ഷൻ ബി ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ചോദ്യം 28 പൂരിപ്പിക്കുക. അവൻ ശിഷ്യരോട് പറഞ്ഞു, ഡാഷ് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും, എന്നാൽ നിങ്ങൾ കാണുകയില്ല. ഓപ്ഷൻ എ മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലൊന്ന്. ബി കർത്താവിന്റെ ദിവസങ്ങളിലൊന്ന്. സി സ്വർഗരാജ്യം ആഗതമാകുന്ന ദിവസം. ഉത്തരം ഓപ്ഷൻ എ മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലൊന്ന്. ചോദ്യം 29 ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു ശിഷ്യന്മാരോട് പറഞ്ഞ ഉപമ ഏതാണ്? ഓപ്ഷൻ എ കടുകുമണിയുടെ ഉപമ. ബി വിത്തിന്റെ ഉപമ. സി ന്യായാധിപനും വിധവയും. ഉത്തരം ഓപ്ഷൻ സി ന്യായാധിപനും വിധവയും. ചോദ്യം 30 മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ എന്ത് കണ്ടെത്തുമോ എന്നാണ് യേശു ചോദിക്കുന്നത്? ഓപ്ഷൻ എ സമാധാനം. ബി വിശ്വാസം. സി അനുതാപം. ഉത്തരം ഓപ്ഷൻ ബി വിശ്വാസം. ചോദ്യം 31 തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് യേശു പറഞ്ഞ ഉപമ ഏതാണ്? ഓപ്ഷൻ എ ന്യായാധിപനും വിധവയും. ബി ധനവാനും ലാസറും. സി ഫരിസേയനും ചുങ്കക്കാരനും. ഉത്തരം ഓപ്ഷൻ സി ഫരിസേയനും ചുങ്കക്കാരനും. ചോദ്യം 32 യേശു സക്കേവൂസിനെ കണ്ടുമുട്ടിയത് അവൻ ഏതു പ്രദേശത്തു കൂടി കടന്നു പോകുമ്പോഴാണ്? ഓപ്ഷൻ എ ജെറീക്കോ. ബി ജെറുസലേം. സി സമരിയയ്ക്കും ഗലീലയ്ക്കും മധ്യേ. ഉത്തരം ഓപ്ഷൻ എ ജെറീക്കോ. ചോദ്യം 33 മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്തിനാണെന്നാണ് സക്കേവൂസിന്റെ ഭവനത്തിൽ വെച്ച് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ പാപികളെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കാൻ. ബി നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ. സി മാനസാന്തരത്തിന്റെ സുവിശേഷം അറിയിക്കാൻ. ഉത്തരം ഓപ്ഷൻ ബി നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ. ചോദ്യം 34 വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 19 അധ്യായം അനുസരിച്ച് ജെറുസലേം പ്രവേശത്തിന് മുൻപായി യേശു പറഞ്ഞ ഉപമ ഏതാണ്? ഓപ്ഷൻ എ 10 നാണയത്തിന്റെ ഉപമ. ബി ന്യായാധിപനും വിധവയും. സി ഫരിസേയനും ചുങ്കക്കാരനും. ഉത്തരം ഓപ്ഷൻ എ 10 നാണയത്തിന്റെ ഉപമ. ചോദ്യം 35 എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്, അഥവാ നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ് എന്ന് ഞങ്ങളോട് പറയുക എന്ന് യേശുവിനോട് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഫരിസേയരും. ബി പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും. സി നിയമജ്ഞരും ഫരിസേയരും ജനപ്രമാണികളും. ഉത്തരം ഓപ്ഷൻ ബി പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും. ചോദ്യം 36 ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്ന പുനരുദ്ധാനം നിഷേധിക്കുന്ന ജനവിഭാഗം ഏതാണ്? ഓപ്ഷൻ എ ഫരിസേയർ. ബി ലേവ്യർ. സി സദൂക്കായർ. ഉത്തരം ഓപ്ഷൻ സി സദൂക്കായർ. ചോദ്യം 37 വിശുദ്ധ ലൂക്ക 20:38 അനുസരിച്ച് അവിടുന്ന് ആരുടെ ദൈവമാണെന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും. ബി മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ. സി പുനരുദ്ധാനത്തിന്റെയും. ഉത്തരം ഓപ്ഷൻ ബി മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ. ചോദ്യം 38 അവർ നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനങ്ങളും സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കാനും ആഗ്രഹിക്കുന്നു. ആര്? ഓപ്ഷൻ എ ഫരിസേയർ. ബി പുരോഹിത പ്രമുഖർ. സി നിയമജ്ഞർ. ഉത്തരം ഓപ്ഷൻ സി നിയമജ്ഞർ. ചോദ്യം 39 ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ്, എന്നാൽ അവസാനം ഇനിയുമായിട്ടില്ല. യേശു ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തിനെ പറ്റിയാണ്? ഓപ്ഷൻ എ യുദ്ധങ്ങളും അവയെപ്പറ്റിയുള്ള കിംവദന്തികളും. ബി യുദ്ധങ്ങളും കലഹങ്ങളും. സി ക്ഷാമവും പകർച്ചവ്യാധികളും. ഉത്തരം ഓപ്ഷൻ ബി യുദ്ധങ്ങളും കലഹങ്ങളും. ചോദ്യം 40 പൂരിപ്പിക്കുക. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർത്തു നിൽക്കാനോ കഴിയാത്ത ഡാഷ് നിങ്ങൾക്ക് ഞാൻ നൽകും. ഓപ്ഷൻ എ വാക്ചാതുര്യം ജ്ഞാനവും. ബി അറിവും വിവേകവും. സി ജ്ഞാനവും വാക്ചാതുര്യം. ഉത്തരം ഓപ്ഷൻ എ വാക്ചാതുര്യം ജ്ഞാനവും. ചോദ്യം 41 പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങൾ എന്തു നേടുമെന്നാണ് യേശു പറയുന്നത്?
ഓപ്ഷൻ എ നിങ്ങളുടെ ആത്മാവിനെ, ബി നിങ്ങളുടെ ജീവനെ, സി സ്വർഗരാജ്യം. ഉത്തരം ഓപ്ഷൻ ബി നിങ്ങളുടെ ജീവനെ. ചോദ്യം 42. ജെറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരുന്നത് കാണുമ്പോൾ എന്തറിഞ്ഞുകൊള്ളുവിനെന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ യുദ്ധം ആസന്നമായി എന്ന്, ബി അതിന്റെ പതനം അടുത്തിരിക്കുന്നുവെന്ന്, സി അതിന്റെ നാശം അടുത്തിരിക്കുന്നുവെന്ന്. ഉത്തരം ഓപ്ഷൻ സി അതിന്റെ നാശം അടുത്തിരിക്കുന്നുവെന്ന്. ചോദ്യം 43. യൂദാസ്കറിയോത്ത എങ്ങനെയാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കേണ്ടത് എന്ന് ആലോചിക്കാൻ സമീപിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും, ബി പുരോഹിത പ്രമുഖന്മാരെയും നിയമജ്ഞരെയും, സി ഫരിസേയരെയും പുരോഹിത പ്രമുഖന്മാരെയും. ഉത്തരം ഓപ്ഷൻ എ പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും. ചോദ്യം 44. നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിനെന്ന് യേശു പറഞ്ഞത് ആരോടാണ്? ഓപ്ഷൻ എ പത്രോസിനോടും അന്ത്രയോസിനോടും, ബി യാക്കോബിനോടും യോഹന്നാനോടും, സി പത്രോസിനോടും യോഹന്നാനോടും. ഉത്തരം ഓപ്ഷൻ സി പത്രോസിനോടും യോഹന്നാനോടും. ചോദ്യം 45. വിശുദ്ധ ലൂക്ക 22:17 അനുസരിച്ച് യേശു പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിനു ശേഷം പറഞ്ഞതെന്താണ്? ഓപ്ഷൻ എ ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവിൻ, ബി നിങ്ങൾ ഇത് വാങ്ങി കുടിക്കുവിൻ, സി ഇതെന്റെ രക്തമാകുന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഉത്തരം ഓപ്ഷൻ എ ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവിൻ. ചോദ്യം 46. അന്നവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും. അധ്യായവും വാക്യവും പറയുക. ഓപ്ഷൻ എ വിശുദ്ധ ലൂക്ക 24:20, ബി വിശുദ്ധ ലൂക്ക 23:30, സി വിശുദ്ധ ലൂക്ക 23:33. ഉത്തരം ഓപ്ഷൻ ബി വിശുദ്ധ ലൂക്ക 23:30. ചോദ്യം 47. പൂരിപ്പിക്കുക. ഡാഷ് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു, അവിടെ അവർ അവനെ കുരിശിൽ തറച്ചു. ഓപ്ഷൻ എ തലയോടിടം, ബി ഗാഗുൽത്ത, സി തലയോട്. ഉത്തരം ഓപ്ഷൻ സി തലയോട്. ചോദ്യം 48. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇവൻ ദൈവത്തിന്റെ ക്രിസ്തുവാണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ രക്ഷിക്കട്ടെ. ആരുടെ വാക്കുകളാണിവ? ഓപ്ഷൻ എ പ്രമാണികളുടെ, ബി പുരോഹിത പ്രമുഖന്മാരുടെ, സി സേനാധിപന്മാരുടെ. ഉത്തരം ഓപ്ഷൻ എ പ്രമാണികളുടെ. ചോദ്യം 49. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം അനുസരിച്ച് പുനരുദ്ധാന ശേഷം യേശു ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നതായി പറഞ്ഞിരിക്കുന്നത് ആർക്കാണ്? ഓപ്ഷൻ എ മഗ്ദലേന മറിയത്തിനും മറ്റ് സ്ത്രീകൾക്കും, ബി എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക്, സി ശിമയോന്. ഉത്തരം ഓപ്ഷൻ ബി എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക്. ചോദ്യം 50. യേശു തന്റെ ശിഷ്യരെ കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തത് എവിടെ വെച്ചാണെന്നാണ് ലൂക്കാ സുവിശേഷകൻ പറയുന്നത്? ഓപ്ഷൻ എ എമ്മാവൂസിൽ, ബി ജെറുസലേമിൽ, സി ബഥാനിയായിൽ. ഉത്തരം ഓപ്ഷൻ സി ബഥാനിയായിൽ. ചോദ്യം 51. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ, ബി തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിപൂർണരും നിഷ്കളങ്കരുമായിരിക്കാൻ, സി തന്റെ മുമ്പാകെ ആത്മാവിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ. ഉത്തരം ഓപ്ഷൻ എ തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ. ചോദ്യം 52. പൂരിപ്പിക്കുക. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തന്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തന്റെ ഡാഷ് വേണ്ടിയാണ്. ഓപ്ഷൻ എ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും, ബി സ്നേഹത്തിന്റെ പൂർത്തീകരണത്തിന്, സി കൃപയുടെ പൂർത്തീകരണത്തിനും മഹത്വത്തിനും. ഉത്തരം ഓപ്ഷൻ എ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും. ചോദ്യം 53. വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്താണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ രക്ഷയുടെ വചനം, ബി ജ്ഞാനത്തിന്റെ സമൃദ്ധി, സി മഹത്വത്തിന്റെ സമൃദ്ധി. ഉത്തരം ഓപ്ഷൻ സി മഹത്വത്തിന്റെ സമൃദ്ധി. ചോദ്യം 54. നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന എന്തായിരുന്നുവെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ ജഡികതയുടെ മക്കൾ, ബി ക്രോധത്തിന്റെ മക്കൾ, സി പാപത്തിന്റെ മക്കൾ.
ഉത്തരം ഓപ്ഷൻ ബി ക്രോധത്തിന്റെ മക്കൾ. ചോദ്യം 55. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. പൗലോസ്ലീഹ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തിനെ പറ്റിയാണ്? ഓപ്ഷൻ എ ദൈവപുത്ര സ്ഥാനം, ബി മഹത്വം, സി രക്ഷ. ഉത്തരം ഓപ്ഷൻ സി രക്ഷ. ചോദ്യം 56. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം യേശുക്രിസ്തു എങ്ങനെ ഇല്ലാതാക്കിയെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ തന്റെ രക്തത്തിലൂടെ, ബി തന്റെ മരണത്തിലൂടെ, സി തന്റെ ശരീരത്തിലൂടെ. ഉത്തരം ഓപ്ഷൻ സി തന്റെ ശരീരത്തിലൂടെ. ചോദ്യം 57. പൗലോസായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്നാണ് അപ്പസ്തോലൻ പറയുന്നത്? ഓപ്ഷൻ എ ദൈവകൃപ, ബി ആത്മീയ കാര്യങ്ങൾ, സി പ്രസാദവരം. ഉത്തരം ഓപ്ഷൻ എ ദൈവകൃപ. ചോദ്യം 58. പൂരിപ്പിക്കുക. അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടത്രേ എനിക്ക് ഈ ഡാഷ് നൽകപ്പെട്ടത്. ഓപ്ഷൻ എ വെളിപാട്, ബി കൃപാവരം, സി അപ്പസ്തോലവരം. ഉത്തരം ഓപ്ഷൻ ബി കൃപാവരം. ചോദ്യം 59. പൗലോസ്ലീഹയുടെ അഭിപ്രായത്തിൽ നമുക്ക് ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയുമുള്ളത് എന്തു മൂലമാണ്? ഓപ്ഷൻ എ ആത്മാവിന്റെ കൃപാവരം മൂലം, ബി യേശുക്രിസ്തുവിന്റെ കുരിശുമരണം മൂലം, സി യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം. ഉത്തരം ഓപ്ഷൻ സി യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം. ചോദ്യം 60. എന്തുവഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമെന്നാണ് പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നത്? ഓപ്ഷൻ എ അടിയുറച്ച വിശ്വാസം വഴി, ബി അചഞ്ചലമായ സ്നേഹം വഴി, സി വിശ്വാസം വഴി. ഉത്തരം ഓപ്ഷൻ സി വിശ്വാസം വഴി. ചോദ്യം 61. സമാധാനത്തിന്റെ ബന്ധത്തിൽ എന്ത് നിലനിർത്താൻ ജാഗരൂകരായിരിക്കുമെന്നാണ് പൗലോസ്ലീഹ അനുശാസിക്കുന്നത്? ഓപ്ഷൻ എ ആത്മാവിന്റെ ഐക്യം, ബി സ്നേഹത്തിന്റെ ഐക്യം, സി ആത്മാവിന്റെ ചൈതന്യം. ഉത്തരം ഓപ്ഷൻ എ ആത്മാവിന്റെ ഐക്യം. ചോദ്യം 62. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. അധ്യായവും വാക്യവും പറയുക. ഓപ്ഷൻ എ എഫേസോസ് 4:8, ബി എഫേസോസ് 4:11, സി എഫേസോസ് 4:5. ഉത്തരം ഓപ്ഷൻ സി എഫേസോസ് 4:5. ചോദ്യം 63. ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും രാജ്യത്തിൽ അവകാശമില്ലാത്തത് ആർക്കൊക്കെയാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും, ബി വ്യഭിചാരിക്കും അശുദ്ധനും വ്യാജം പറയുന്നവനും വിഗ്രഹാരാധകനും, സി സുഖലോലുപനും അലസനും പാപിക്കും അശുദ്ധനും. ഉത്തരം ഓപ്ഷൻ എ വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും. ചോദ്യം 64. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുതെന്ന് പൗലോസ്ലീഹ പറയാൻ കാരണം എന്താണ്? ഓപ്ഷൻ എ അതിൽ ദുരാസക്തി ഉള്ളതുകൊണ്ട്, ബി അതിൽ ഭോഗാസക്തി ഉള്ളതുകൊണ്ട്, സി അതിൽ അശുദ്ധി ഉള്ളതുകൊണ്ട്. ഉത്തരം ഓപ്ഷൻ എ അതിൽ ദുരാസക്തി ഉള്ളതുകൊണ്ട്. ചോദ്യം 65. പൗലോസ്ലീഹയുടെ അഭിപ്രായത്തിൽ വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഏതാണ്? ഓപ്ഷൻ എ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, ബി കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം, സി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. ഉത്തരം ഓപ്ഷൻ സി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. ചോദ്യം 66. നിങ്ങളുടെ ലൗകിക യജമാനന്മാരെ ക്രിസ്തുവിനെ എന്ന പോലെ ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ അനുസരിക്കണമെന്ന് പൗലോസ്ലീഹ പറയുന്നത് ആരോടാണ്? ഓപ്ഷൻ എ ഭൃത്യന്മാരോട്, ബി ദാസന്മാരോട്, സി അടിമകളോട്. ഉത്തരം ഓപ്ഷൻ ബി ദാസന്മാരോട്. ചോദ്യം 67. കർത്താവിന് വേണ്ടി എന്ന പോലെ എങ്ങനെ ശുശ്രൂഷ ചെയ്യണമെന്നാണ് പൗലോസ്ലീഹ അനുശാസിക്കുന്നത്? ഓപ്ഷൻ എ കൃതജ്ഞതാഭരിതരായി, ബി ആഹ്ലാദത്തോടെ, സി സന്മനസ്സോടെ. ഉത്തരം ഓപ്ഷൻ സി സന്മനസ്സോടെ. ചോദ്യം 68. പൂരിപ്പിക്കുക. നിങ്ങളുടെയും അവരുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവിടത്തേക്ക് ഡാഷ് ഇല്ലെന്നും അറിയുവിൻ. ഓപ്ഷൻ എ വേർതിരിവ്, ബി വലിപ്പച്ചെറുപ്പം, സി മുഖം നോട്ടം. ഉത്തരം ഓപ്ഷൻ സി മുഖം നോട്ടം. ചോദ്യം 69.
നമ്മൾ എന്തിനെതിരായിട്ടല്ല പടവെട്ടുന്നതെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ അധികാരങ്ങൾക്കും ശക്തികൾക്കും, ബി പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും, സി മാംസത്തിനും രക്തത്തിനും. ഉത്തരം ഓപ്ഷൻ സി മാംസത്തിനും രക്തത്തിനും. ചോദ്യം 70. എന്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കാനാണ് പൗലോസ്ലീഹ ആഹ്വാനം ചെയ്യുന്നത്? ഓപ്ഷൻ എ സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള, ബി സുവിശേഷത്തിന്റെ പോരാട്ടത്തിനുള്ള, സി കർത്താവിന്റെ സുവിശേഷത്തിനുള്ള. ഉത്തരം ഓപ്ഷൻ എ സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള. ചോദ്യം 71. സീഹോൻ ഇസ്രായേലിനെതിരെ പൊരുതാനായി താവളമടിച്ചത് എവിടെയാണ്? ഓപ്ഷൻ എ അർണോണിൽ, ബി കാർക്കോറിൽ, സി യാഹാസിൽ. ഉത്തരം ഓപ്ഷൻ സി യാഹാസിൽ. ചോദ്യം 72. മോവാബ് രാജാവായ ബാലാക്ക് ആരുടെ പുത്രനായിരുന്നു? ഓപ്ഷൻ എ സിപ്പോറിന്റെ, ബി സേറഹിന്റെ, സി ബദാദിന്റെ. ഉത്തരം ഓപ്ഷൻ എ സിപ്പോറിന്റെ. ചോദ്യം 73. അമ്മോന്യരുടെ എത്ര പട്ടണങ്ങളിലാണ് ജഫ്ത കൂട്ടക്കൊല നടത്തിയത്? ഓപ്ഷൻ എ 10 പട്ടണങ്ങളിൽ, ബി 20 പട്ടണങ്ങളിൽ, സി 23 പട്ടണങ്ങളിൽ. ഉത്തരം ഓപ്ഷൻ ബി 20 പട്ടണങ്ങളിൽ. ചോദ്യം 74. മരണശേഷം ഇബ്സാനെ അടക്കിയത് എവിടെയാണ്? ഓപ്ഷൻ എ പിറധോനിൽ, ബി ബെത്ലഹേമിൽ, സി മിസ്പായിൽ. ഉത്തരം ഓപ്ഷൻ ബി ബെത്ലഹേമിൽ. ചോദ്യം 75. ഏലോൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് എത്ര വർഷമാണ്? ഓപ്ഷൻ എ 7 വർഷം, ബി 10 വർഷം, സി 6 വർഷം. ഉത്തരം ഓപ്ഷൻ ബി 10 വർഷം. ചോദ്യം 76. അബ്ദോൻ ആരുടെ പുത്രനായിരുന്നു? ഓപ്ഷൻ എ ഹില്ലേലിന്റെ, ബി യോവാഷിന്റെ, സി പൂവായുടെ. ഉത്തരം ഓപ്ഷൻ എ ഹില്ലേലിന്റെ. ചോദ്യം 77. കർത്താവിന്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ വെച്ചായിരുന്നു? ഓപ്ഷൻ എ ബഥേലിൽ, ബി മഹനേദാനിൽ, സി സോറായിൽ. ഉത്തരം ഓപ്ഷൻ ബി മഹനേദാനിൽ. ചോദ്യം 78. ഹില്ലേൽ ആരുടെ പിതാവായിരുന്നു? ഓപ്ഷൻ എ ഏലോന്റെ, ബി ഇബ്സാന്റെ, സി അബ്ദോന്റെ. ഉത്തരം ഓപ്ഷൻ സി അബ്ദോന്റെ. ചോദ്യം 79. ഞാൻ എന്തു ചെയ്യുന്നതുവരെ നിൽക്കണമേ എന്നാണ് മനോവ കർത്താവിന്റെ ദൂതനോട് പറഞ്ഞത്? ഓപ്ഷൻ എ കർത്താവിന് ബലിപീഠം പണിയുന്നതുവരെ, ബി എന്റെ കാഴ്ച തിരുമുമ്പിൽ കൊണ്ടുവരുന്നതുവരെ, സി ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ. ഉത്തരം ഓപ്ഷൻ സി ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ. ചോദ്യം 80. ന്യായാധിപന്മാർ 13:3 സമാനമായ പുതിയ നിയമഭാഗമേത്? ഓപ്ഷൻ എ മത്തായി 1:18 മുതൽ 25 വരെ, ബി മർക്കോസ് 1:9 മുതൽ 11 വരെ, സി ലൂക്ക 1:5 മുതൽ 25 വരെ. ഉത്തരം ഓപ്ഷൻ സി ലൂക്ക 1:5 മുതൽ 25 വരെ. ചോദ്യം 81. ദലീലയുടെ ദിവസം തോറുമുള്ള അലട്ടൽ സാംസണ് എങ്ങനെ അനുഭവപ്പെട്ടു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്? ഓപ്ഷൻ എ മരണതുല്യമായി, ബി അസഹ്യമായി, സി താങ്ങാവുന്നതിലധികമായി. ഉത്തരം ഓപ്ഷൻ എ മരണതുല്യമായി. ചോദ്യം 82. തന്റെ ശക്തി നഷ്ടപ്പെട്ട സാംസനെ പിടിച്ച ഉടനെ ഫിലിസ്തീർ എന്താണ് ചെയ്തത്? ഓപ്ഷൻ എ കണ്ണ് ചൂഴ്ന്നെടുത്തു, ബി ഗാസായിലേക്ക് കൊണ്ടുപോയി, സി ഓട്ടുചങ്ങല കൊണ്ട് ബന്ധിച്ചു. ഉത്തരം ഓപ്ഷൻ എ കണ്ണ് ചൂഴ്ന്നെടുത്തു. ചോദ്യം 83. താൻ എന്തന്വേഷിക്കുകയാണെന്നാണ് യുവാവ് മിക്കായോട് പറഞ്ഞത്? ഓപ്ഷൻ എ ഒരു പൂജാഗ്രഹം, ബി താമസിക്കാനൊരു സ്ഥലം, സി എഫ്രായിം മലനാട്ടിലെ മിക്കായുടെ ഗ്രഹം. ഉത്തരം ഓപ്ഷൻ ബി താമസിക്കാനൊരു സ്ഥലം. ചോദ്യം 84. ബെത്ലഹേംകാരനായ യുവാവിനോട് നീ എനിക്ക് എന്തായിരിക്കുക എന്നാണ് മിക്ക പറഞ്ഞത്? ഓപ്ഷൻ എ ഒരു പുരോഹിതനും പിതാവും, ബി പുരോഹിതൻ, സി ഒരു പിതാവും പുരോഹിതനും. ഉത്തരം ഓപ്ഷൻ സി ഒരു പിതാവും പുരോഹിതനും. ചോദ്യം 85. മിക്ക ആരെ പുരോഹിതനായി അവരോധിച്ചു എന്നാണ് ന്യായാധിപന്മാർ 17:12 പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ ബെത്ലഹേംകാരനായ യുവാവിനെ, ബി യൂദാ വംശജനായ ലേവ്യനെ, സി ലേവ്യനെ. ഉത്തരം ഓപ്ഷൻ സി ലേവ്യനെ. ചോദ്യം 86.
ദാൻ ഗോത്രക്കാർ മഹനേദാനിൽ നിന്ന് പോയത് എവിടേക്കാണ്? ഓപ്ഷൻ എ എഫ്രായിം മലനാട്ടിലേക്ക്, ബി കിരിയാത് യെയാറാമിന് പടിഞ്ഞാറേക്ക്, സി എഷ്താവോലിലേക്ക്. ഉത്തരം ഓപ്ഷൻ എ എഫ്രായിം മലനാട്ടിലേക്ക്. ചോദ്യം 87. പടക്കോപ്പുകൾ അണിഞ്ഞ 600 ദാൻകാർ എവിടെയാണ് നിന്നിരുന്നത്? ഓപ്ഷൻ എ മിക്കായുടെ വീടിന് ചുറ്റും, ബി പടിവാതിൽക്കൽ, സി പൂജാഗ്രഹത്തിന് മുന്നിൽ. ഉത്തരം ഓപ്ഷൻ ബി പടിവാതിൽക്കൽ. ചോദ്യം 88. ദാൻകാർ മിക്കായുടെ ഭവനത്തിൽ നിന്ന് യാത്രയായപ്പോൾ വസ്തുവകളോടൊപ്പം മുൻപിൽ നിർത്തിയത് എന്താണ്? ഓപ്ഷൻ എ എഫോദും കുലവിഗ്രഹങ്ങളും വഹിച്ച പുരോഹിതനെ, ബി സ്ത്രീകളെയും കുട്ടികളെയും, സി കുട്ടികളെയും കന്നുകാലികളെയും. ഉത്തരം ഓപ്ഷൻ സി കുട്ടികളെയും കന്നുകാലികളെയും. ചോദ്യം 89. എങ്ങനെ ജീവിച്ചിരുന്ന ലായിഷിലെ ജനങ്ങളുടെ അടുത്ത് ദാൻകാർ എത്തിയെന്നാണ് ന്യായാധിപന്മാർ 18:27 പറയുന്നത്? ഓപ്ഷൻ എ സമൃദ്ധിയിലും സന്തോഷത്തിലും, ബി സമാധാനത്തിലും സംതൃപ്തിയിലും, സി ശങ്കയില്ലാത്തവരും ശാന്തരുമായി. ഉത്തരം ഓപ്ഷൻ സി ശങ്കയില്ലാത്തവരും ശാന്തരുമായി. ചോദ്യം 90. പുതുക്കിപ്പണിത ലായിഷ് പട്ടണത്തിന് ദാൻകാർ നൽകിയ പേരെന്താണ്? ഓപ്ഷൻ എ മഹനേദാൻ, ബി ദാൻ, സി ബെത്ത് റെഹോബ്. ഉത്തരം ഓപ്ഷൻ ബി ദാൻ. ചോദ്യം 91. നമുക്ക് രാത്രി എവിടെ ചെലവഴിക്കാമെന്നാണ് ഭൃത്യൻ ലേവ്യനോട് പറഞ്ഞത്? ഓപ്ഷൻ എ ജെറുസലേമിൽ, ബി ഗിബെയായിൽ, സി ജെബൂസിയരുടെ പട്ടണത്തിൽ. ഉത്തരം ഓപ്ഷൻ സി ജെബൂസിയരുടെ പട്ടണത്തിൽ. ചോദ്യം 92. ഗിബെയ ആരുടെ പട്ടണമായിരുന്നു? ഓപ്ഷൻ എ ദാൻ ഗോത്രക്കാരുടെ, ബി ബെഞ്ചമിൻ ഗോത്രക്കാരുടെ, സി ജെബൂസിയരുടെ. ഉത്തരം ഓപ്ഷൻ ബി ബെഞ്ചമിൻ ഗോത്രക്കാരുടെ. ചോദ്യം 93. ലേവ്യൻ തന്റെ ഉപനാരിയെ എടുത്ത് കഴുതപ്പുറത്ത് വെച്ച് പോയത് എവിടേക്കാണ്? ഓപ്ഷൻ എ സ്വന്തം വീട്ടിലേക്ക്, ബി യൂദായിലെ ബെത്ലഹേമിലേക്ക്, സി എഫ്രായിം മലനാട്ടിലേക്ക്. ഉത്തരം ഓപ്ഷൻ എ സ്വന്തം വീട്ടിലേക്ക്. ചോദ്യം 94. ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ ആദ്യം പോകേണ്ടത് ആരാണെന്നാണ് കർത്താവ് അരുളി ചെയ്തത്? ഓപ്ഷൻ എ ദാൻ, ബി മനാസെ, സി യൂദ. ഉത്തരം ഓപ്ഷൻ സി യൂദ. ചോദ്യം 95. ഇസ്രായേൽ ബെഞ്ചമിൻ ഗോത്രത്തോട് യുദ്ധം ചെയ്യുന്ന കാലത്ത് ദൈവത്തിന്റെ വാഗ്ദാന പേടകം എവിടെയായിരുന്നു? ഓപ്ഷൻ എ ഗിൽഗാലിൽ, ബി മിസ്പായിൽ, സി ബെഥേലിൽ. ഉത്തരം ഓപ്ഷൻ സി ബെഥേലിൽ. ചോദ്യം 96. ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായ യുദ്ധത്തിന്റെ 3-ാം ദിവസം ഇസ്രായേൽ അണിനിരന്നത് ഏതു സ്ഥലത്താണ്? ഓപ്ഷൻ എ ബാൽ താമാറിൽ, ബി ഗിബെയായിൽ, സി ഗേബായ്ക്ക് പടിഞ്ഞാറ്. ഉത്തരം ഓപ്ഷൻ എ ബാൽ താമാറിൽ. ചോദ്യം 97. ന്യായാധിപന്മാർ 21:14 അനുസരിച്ച് യാബേഷ് ഗിലെയാദിൽ നിന്ന് ജീവനോടെ രക്ഷിച്ച ആ സ്ത്രീകളെ അവർ എന്താണ് ചെയ്തത്? ഓപ്ഷൻ എ ഷീലോയിലെ പാളയത്തിലേക്ക് കൊണ്ടുവന്നു, ബി മിസ്പായിൽ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവന്നു, സി ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് ഭാര്യമാരായി കൊടുത്തു. ഉത്തരം ഓപ്ഷൻ സി ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് ഭാര്യമാരായി കൊടുത്തു. ചോദ്യം 98. ഷീലോയിൽ വർഷം തോറും എന്താഘോഷിക്കാറുണ്ടല്ലോ എന്നാണ് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? ഓപ്ഷൻ എ കർത്താവിന്റെ ഉത്സവം, ബി കർത്താവിന്റെ പെസഹ, സി വിളവെടുപ്പ് മഹോത്സവം. ഉത്തരം ഓപ്ഷൻ എ കർത്താവിന്റെ ഉത്സവം. ചോദ്യം 99. ന്യായാധിപന്മാർ 21:25 സമാനമായ മറ്റൊരു വാക്യം ഏത്? ഓപ്ഷൻ എ ന്യായാധിപന്മാർ 18:1, ബി ന്യായാധിപന്മാർ 17:6, സി ന്യായാധിപന്മാർ 19:1. ഉത്തരം ഓപ്ഷൻ ബി ന്യായാധിപന്മാർ 17:6. ചോദ്യം 100. പൂരിപ്പിക്കുക. ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ ഡാഷിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി. ഓപ്ഷൻ എ ഷീലോയിലെ യുവതികളിൽ നിന്ന്, ബി ഷീലോയിലെ നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന്, സി നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന്. ഉത്തരം ഓപ്ഷൻ സി നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന്.